ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ്. ഇനി നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എഴുതിയ പ്രോഗ്രാംസ് അതെല്ലാം ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ആയിരുന്നു. സീക്വൻഷ്യൽ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സിക്യൂട്ടഡ് സീക്വൻഷ്യലി, മീൻസ് ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ അപ്പിയർ ഇൻ ദി പ്രോഗ്രാം. അത് നമ്മൾ പ്രോഗ്രാമിൽ എങ്ങനെയാണോ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയത് അതേ ഓർഡറിൽ തന്നെയായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ പ്രോഗ്രാംസ് മാത്രമാണ് നമ്മൾ ഇതുവരെ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇൻ പ്രാക്ടീസ് നമുക്ക് അങ്ങനത്തെ പ്രോഗ്രാംസ് ആയിരിക്കില്ല ഒരു റിയൽ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് എഴുതേണ്ടി വരിക. എന്നുവെച്ചാൽ സീക്വൻഷ്യൽ ഓർഡറിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രോഗ്രാംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കുള്ള പ്രോഗ്രാംസ് എഴുതി തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പോൾ ചേഞ്ച് ദി ഓർഡർ ഓഫ് എക്സിക്യൂഷൻ യൂഷ്വലി ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻസ്, അല്ലെങ്കിൽ നമുക്ക് സർട്ടൻ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ സീക്വൻഷ്യൽ ഓർഡറിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് പ്രോഗ്രാംസ് എഴുതിയിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ സിയിലുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ബ്രാഞ്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാന്ന് ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ബ്രാഞ്ചിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് പോവുക. ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആയിട്ടൊക്കെ നമുക്ക് എക്സിക്യൂഷൻ ഓർഡറിനെ ചേഞ്ച് ചെയ്ത് വിടാം. അപ്പോൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 4 തരം ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് സിയിലുള്ളത്. ദി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഇഫ് ആണ്. ദെൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിന് സ്വിച്ച്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിന് ഗോ ടു എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്. ദെൻ കണ്ടീഷണൽ ഓപ്പറേറ്റർ സ്റ്റേറ്റ്മെൻറ്റ്, അതിന് കണ്ടീഷണൽ ഓപ്പറേറ്റർ നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് 2 എക്സ്പ്രഷൻസ് ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ് ഇതിൽ ഏത് ഇവാലുവേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അങ്ങനെയാണ്. നമ്മൾ ഏത് ബ്രാഞ്ച് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്യണം എന്നൊരു ഡിസിഷൻ നമ്മൾ എടുക്കും. എന്നിട്ട് ആ ഡിസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്യുക. ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ കൊടുക്കും. അപ്പോൾ ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ ആയിരിക്കും നമ്മുടെ ആ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ചേഞ്ച് ചെയ്യുക. എല്ലാ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 എണ്ണം ഇഫ്, സ്വിച്ച് ആൻഡ് കണ്ടീഷണൽ ഓപ്പറേറ്റർ സ്റ്റേറ്റ്മെൻറ്റ് 3നും ഓരോ കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻ നോക്കിയിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഏത് പാത്ത് ഓഫ് എക്സിക്യൂഷൻ എടുക്കണം എന്ന് തീരുമാനിക്കുക. അതേസമയം ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഇതൊരു അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെല്ലാം ഈ ഇഫ്, സ്വിച്ച്, ഗോ ടു ഇതെല്ലാത്തിനെയും നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ നമ്മളതിനെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും പറയും. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. ഡിസിഷൻ മേക്കിംഗ് വിത്ത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ബേസിക്കലി എ 2-way ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. 2-way ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു 2-way ഡിസിഷൻ ആയിരിക്കും ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ എടുക്കുക. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ആൻ എക്സ്പ്രഷൻ. നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ എന്നുള്ളതിനേക്കാളും സിയിൽ നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ വേർഡാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ഇഫ് എ ആൻഡ് ബി ആർ ഈക്വൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മളൊരു കണ്ടീഷൻ എന്ന് പറയാം. കണ്ടീഷൻ നോർമലി ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും. റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കും, എ ഗ്രേറ്റർ ദാൻ ബി എന്നൊക്കെ പറയുന്ന പോലെ. അല്ലെങ്കിൽ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കും, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ 100. അപ്പോൾ അങ്ങനെ ഒരു ആൻഡ് വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്യണം, ആൻഡ് ഓർ നോട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ലോജിക്കൽ എക്സ്പ്രഷനും ആവാം. നോർമൽ കേസിൽ നമ്മൾ റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻസ് ആണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് കൂടെ യൂസ് ചെയ്യുക. പക്ഷെ നമ്മളവിടെ ജസ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ കൊടുത്താലും ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു നോർമലി ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് വിത്തിൻ പാരന്തസിസ് ടെസ്റ്റ് എക്സ്പ്രഷൻ അങ്ങനെയായിരിക്കും.
ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇങ്ങനെ ഒരു ഫോർമാറ്റാണ് നോർമലി ഇത് ഫോളോ ചെയ്യുക. ഇഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാവും. ഈ ടെസ്റ്റ് എക്സ്പ്രഷനെയാണ് ഞാൻ കണ്ടീഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു 2-way ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2-way ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ ഫ്ലോ നമുക്കിങ്ങനെ വരയ്ക്കാം. ആ ഒരു ഡിസിഷൻ എടുക്കണ ഭാഗത്തേക്ക് ഒരു എൻട്രി ഉണ്ടാവും. എന്നിട്ട് നമ്മളൊരു ടെസ്റ്റ് കണ്ടീഷൻ, ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ആദ്യം ചെക്ക് ചെയ്യും. അപ്പോൾ ദിസ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇസ് ഇവാലുവേറ്റഡ് ഫസ്റ്റ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ നമുക്കൊരു പാത്ത് ഉണ്ടാവും, ഫോൾസ് ആണെങ്കിൽ വേറൊരു പാത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിലേഷണൽ എക്സ്പ്രഷനും ലോജിക്കൽ എക്സ്പ്രഷനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ട്രൂ, ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ ട്രൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ഇഫിൻ്റെ കേസിൽ an expression is considered as true if its value is non-zero. ഇത് ട്രൂ എന്ന് പറഞ്ഞാൽ നോൺ സീറോ ആണ്, ഫോൾസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇഫ് ദി വാല്യൂ ഇസ് നോൺ സീറോ അങ്ങനെയാണെങ്കിൽ ഒരു ട്രൂ എന്ന് പറഞ്ഞ പാത്തായിരിക്കും. ഇഫ് ദി വാല്യൂ 0 അങ്ങനെയാണെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞ പാത്തായിരിക്കും. അങ്ങനെ 2 പാത്താണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, നെസ്റ്റഡ് ഇഫ് എൽസ് ആൻഡ് എൽസ് ഇഫ് ലാഡർ. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എവിടെയാണ് നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരിക? നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ഡിസിഷൻ എടുക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് യു ആർ ഹംഗ്രി ദെൻ ഈറ്റ് സംതിങ്, അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കാറില്ലേ? അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് റെയിനിങ് ദെൻ ഓപ്പൺ ദി അംബ്രല്ല. അത് നമ്മുടെ ഒരു പ്രോബ്ലം സോൾവിങ്ങിൽ വരുന്ന ഒരു ഡിസിഷനാണ്. പക്ഷെ നമ്മളത് ഒരു കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് ഡാർക്ക് ദെൻ സ്വിച്ച് ഓൺ ദി ലൈറ്റ്സ്, അങ്ങനെയുള്ള കുറേ ഡിസിഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡിസിഷൻസ് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇഫ് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇഫ് ഉണ്ട്, ദെൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഗോ ടു ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ദാറ്റ് ഇസ് ജസ്റ്റ് എ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓരോന്നും നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ സിമ്പിൾ ഇഫാണ് കാണാൻ പോണേ. അതായത് ഇഫ് ഇതെല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.